നാളെ കൊച്ചി മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ചുംബന കൂട്ടായ്മയെ വാക്പോരും പ്രസ്താവന യുദ്ധവും അനുകൂലിച്ചും പ്രതികൂലിച്ചും വിദ്യാർത്ഥി യുവജന സംഘടനകൾ രംഗത്ത് വന്നതോടെ അക്ഷരാർത്ഥത്തിൽ പുലിവാൽ പിടിച്ചിരിക്കുകയാണ് പോലീസ്. നിശ്ചയിച്ച ദിവസം തന്നെ ചുംബന കൂട്ടായ്മ നടത്തുമെന്ന നിലപാടിൽ തന്നെയാണ് കിസ് ഓഫ് ലവ് പ്രവർത്തകരും. ചുംബന ലഹരിയിൽ കൊച്ചിയുടെ കായലോരം മതിമറക്കുമോ അതോ യാഥാസ്ഥിതികവാദികൾ വിജയിക്കുമോ? ഈ ചോദ്യം ജനങ്ങളെയും പോലീസിനെയും ഒരുപോലെ വലയ്ക്കുകയാണ്. നാളെ നടക്കുന്ന ചുംബന കൂട്ടായ്മ തടയാൻ KSUവും കൊച്ചി മേയർ ടോണി ചമ്മണിയും പോലീസുമാണ് ഇപ്പോൾ രംഗത്തുള്ളത്. എതിർപ്പുമായി സംഘടനകളും വ്യക്തികളും ഇനിയും കടന്നുവരുമെന്ന് തന്നെയാണ് ഇക്കൂട്ടരുടെ വിശ്വാസം. എന്നാൽ SFIയും DYFIയും യൂത്ത് കോൺഗ്രസും ചുംബന കൂട്ടായ്മയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. സദാചാരത്തിന്റെ പേരിൽ ഗുണ്ടായിസം അനുവദിക്കില്ലെന്നാണ് യുവജന സംഘടനകളുടെ വാദം. അതേസമയം സംഘപരിവാർ സംഘടനകളോ മതസംഘടനകളോ പ്രത്യക്ഷ നിലപാടുമായി രംഗത്ത് വന്നിട്ടുമില്ല. ചുംബന കൂട്ടായ്മയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ സംഘടനകൾ രംഗത്ത് വന്നതോടെ പോലീസിന്റെ നില കൂടുതൽ പരിങ്ങലിലുമായി. ചുംബന കൂട്ടായ്മയ്ക്ക് അനുമതി നൽകിയിട്ടില്ലെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ ഇടപെടുമെന്നും പോലീസ് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സദാചാരവാദികളും ചുംബിക്കും, കിസ് ഓഫ് ലവ് പ്രവർത്തകരും ചുംബിക്കും. ഇത് പരസ്യ ചുംബനത്തിലേക്ക് വഴിമാറുമ്പോഴാണ് സമരരൂപമായി മാറുന്നത്. ചുംബിക്കാൻ വെമ്പുന്ന ചുണ്ടുകളെ സദാചാരക്കാർ എങ്ങനെ പ്രതിരോധിക്കും? ഇനി വരാനിരിക്കുന്ന കാഴ്ചകൾ അത്രയും പ്രവചനാതീതമാണ്. സഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.